ഹലോ എവരി വൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബൂളിയൻ എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് ലോജിക് ഡയഗ്രാം വരയ്ക്കാം എന്നുള്ളതാണ്. അങ്ങനെ ലോജിക് ഡയഗ്രാം ഡിസൈൻ ചെയ്തുകൊണ്ടാണ് നമുക്ക് ഡിജിറ്റൽ സർക്യൂട്ട്സ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയുക. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമുക്ക് ബൂളിയൻ എക്സ്പ്രഷനെ എങ്ങനെ ലോജിക് ഡയഗ്രാം ആക്കി മാറ്റാം എന്നുള്ളതാണ്. അപ്പോൾ കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. ബേസിക് ആയിട്ടുള്ള ലോജിക് ഗേറ്റ്സ്, അതായത് ആൻഡ്, ഓർ, നോട്ട്, അതൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ലോജിക് ഡയഗ്രാം ഒക്കെ വരയ്ക്കുന്നത്. എങ്കിലും അതിന് കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. ഏത് ലോജിക് ഗേറ്റ് യൂസ് ചെയ്യണം, ഏത് ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ എങ്ങനെ വരണം എന്നുള്ളതൊക്കെ നമുക്ക് കുറച്ച് സ്റ്റെപ്പുകളായിട്ട് ചെയ്യാനുണ്ട്. ആദ്യത്തെ കേസ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എക്സ്പ്രഷൻ സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമുക്ക് കിട്ടിയിട്ടുള്ള ബൂളിയൻ എക്സ്പ്രഷൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ ആദ്യം തന്നെ നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്യണം. എന്നാലേ നമുക്ക് ഈസി ആയിട്ട് അതിന് ഗേറ്റുകളും സർക്യൂട്ടുകളൊക്കെ അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മളുടെ ബൂളിയൻ തിയറംസും കെ മാപ്പൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്കത് ആദ്യം സിംപ്ലിഫൈ ചെയ്യണം. എന്നിട്ട് അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് കേട്ടോ, സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളതാണ്. സെക്കൻഡ് സ്റ്റെപ്പ് നമ്മളുടെ ലോജിക് ഗേറ്റ്സ് ഏതൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ചില കേസുകൾ ഇപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ പോലെയുള്ള ഡോട്ട് ഓപ്പറേഷനൊക്കെ ആണെങ്കിൽ ആൻഡ് ആയിരിക്കും യൂസ് ചെയ്യേണ്ടത്. അഡീഷൻ അല്ലെങ്കിൽ ഓർ ഓപ്പറേഷൻ ആണെങ്കിൽ ഓർ ഗേറ്റ് ആയിരിക്കും ആവശ്യമുള്ളത്. അതല്ല ഇൻവേർഷനോ കോംപ്ലിമെൻ്റൊക്കെ ആണെങ്കിൽ നോട്ട് ഗേറ്റ് ആയിരിക്കും അങ്ങനെ ആവശ്യമുള്ളത്. അപ്പോൾ ഏതൊക്കെ ഗേറ്റുകളാണ് അത്യാവശ്യമുള്ളതെന്നൊക്കെ നമ്മളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. പിന്നെ നമുക്ക് നമ്മുടെ ലോജിക് ഡയഗ്രാം വരയ്ക്കാം. എങ്ങനെ വെച്ചാൽ ആദ്യം നമ്മുടെ ഇൻപുട്ട് വേരിയബിൾസ് കൊടുക്കുക, എന്നിട്ട് ആവശ്യമുള്ളിടത്ത് നോട്ട് ഗേറ്റാണ് ആവശ്യമെങ്കിൽ അത് കൊടുക്കുക. ആൻഡ് ഗേറ്റും ഓർ ഗേറ്റൊക്കെ ആവശ്യമുള്ളിടത്ത്, അതായത് ആ ഒരു ബൂളിയൻ എക്സ്പ്രഷൻ അനുസരിച്ച് എവിടേക്കാണോ ഏതൊക്കെയാണ് ഗേറ്റുകൾ വേണ്ടത് വെച്ചാൽ അത് കൊടുക്കുക. ഫൈനൽ ഔട്ട്പുട്ട് എന്താ വരിക എന്ന് വെച്ചാൽ അതും കൊടുക്കുക. ഈ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ ഫൈനലി എന്തായിരിക്കണം, ബൂളിയൻ ഇക്വേഷൻ്റെ അല്ലെങ്കിൽ ബൂളിയൻ എക്സ്പ്രഷൻ്റെ ഒരു കറക്റ്റ് റിഫ്ലക്ഷൻ ആയിരിക്കണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ കൊടുക്കുന്ന ബൂളിയൻ എക്സ്പ്രഷൻ വെച്ചിട്ടല്ലേ നമ്മൾ ലോജിക് ഡയഗ്രാം വരയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ റിഫ്ലക്ഷൻ കറക്റ്റായിട്ട് നമുക്ക് കിട്ടണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഏതൊക്കെ പോയിൻ്റ് പറഞ്ഞത്, ആദ്യം നമ്മളുടെ ബൂളിയൻ എക്സ്പ്രഷന് സിംപ്ലിഫൈ ചെയ്യണം ആവശ്യമാണ് എങ്കിൽ. പിന്നെ ആവശ്യമായ ലോജിക് ഗേറ്റുകൾ ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. പിന്നെ നമുക്ക് ലോജിക് ഡയഗ്രാം വരയ്ക്കാവുന്നതാണ്. ആദ്യം ഇൻപുട്ട് വേരിയബിൾസ് കൊടുക്കുക, ആവശ്യമായ ഗേറ്റുകൾ ആവശ്യാനുസരണം കൊടുക്കുക, പിന്നെ ഫൈനൽ ഔട്ട്പുട്ട് കൊടുക്കുക. ഫൈനൽ ഔട്ട്പുട്ട് എന്തായിരിക്കണം, ബൂളിയൻ എക്സ്പ്രഷൻ്റെ ഒരു റിഫ്ലക്ഷൻ ആയിരിക്കണം. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ടൊരു ബേസിക് ബൂളിയൻ എക്സ്പ്രഷൻ കൊടുത്തിട്ടുണ്ട്, y ഈക്വൽ ടു a ആൻഡ് b ഓർ c കോംപ്ലിമെൻറ്റ്. ഈ ഒരു ബൂളിയൻ എക്സ്പ്രഷൻ വെച്ചിട്ട് എങ്ങനെ നമുക്ക് ലോജിക് ഡയഗ്രാം വരയ്ക്കാമെന്ന് നോക്കാം. ഇവിടെ നമുക്ക് ഏതൊക്കെ ഗേറ്റുകൾ ആവശ്യം വരും, സി കോംപ്ലിമെൻ്റ് ഉണ്ട്, അപ്പോൾ നോട്ട് ഗേറ്റ് ആവശ്യമാണ്. പിന്നെ ബി ഓർ സി കോംപ്ലിമെൻ്റ് ആണ്, അപ്പോൾ ഓർ ഗേറ്റ് ആവശ്യമാണ്. പിന്നെ ആൻഡ് ഓപ്പറേഷൻ, അതായത് എ ആൻഡ് ബി എന്നുള്ളത് വരുന്നതുകൊണ്ട് ആൻഡ് ഓപ്പറേഷൻ. അപ്പോൾ നോട്ട് ഗേറ്റും വേണം, ഓർ ഗേറ്റും വേണം, ആൻഡ് ഗേറ്റും വേണം നമുക്ക് മനസ്സിലായി. പിന്നെ ഇത് അത്ര കോംപ്ലിക്കേഷൻ ഉള്ള ഒരു ബൂളിയൻ എക്സ്പ്രഷൻ അല്ല, അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു സിംപ്ലിഫിക്കേഷനും ചെയ്യേണ്ട. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഓക്കെ. പിന്നെയുള്ള സ്റ്റെപ്പ് നമ്മുടെ ഏതൊക്കെ ഗേറ്റുകളാണ്, നമ്മൾ പറഞ്ഞു ആൻഡ് ഗേറ്റ്, ഓർ ഗേറ്റ്, പിന്നെ നോട്ട് ഗേറ്റ് ഒക്കെ ആവശ്യമാണ്. പിന്നെ എവിടേക്കാണ് ഇൻപുട്ടുകൾ കൊടുക്കേണ്ടത്, ഇൻപുട്ട് വേരിയബിൾസ് ഏതൊക്കെ കൊടുക്കേണ്ടത്, എ കൊടുക്കണം, ബി കൊടുക്കണം, സി കൊടുക്കണം. 2 വാല്യൂഡ് അല്ല, മൾട്ടി വാല്യൂഡാണ്, 3 വാല്യൂസ് വരുന്നുണ്ട്. അങ്ങനെ ഇൻപുട്ട് വാല്യൂസ് കൊടുക്കുക, പിന്നെ ഗേറ്റുകളൊക്കെ ആവശ്യാനുസരണം കൊടുത്തിട്ട് ഫൈനലായിട്ട് y എന്ന ഔട്ട്പുട്ട് കൊടുക്കുക. ഇതാണ് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്ന് കാണിച്ചു തരാണ്. നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് പാരന്തസിസിനകത്തുള്ള വാല്യൂസിനാണ്. ഇപ്പോൾ ഇവിടെ ബിയും സി കോംപ്ലിമെൻറ്റും ആണുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് സി കോംപ്ലിമെൻറ്റ് കണ്ടാലേ ബി ഓർ സി കോംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സി കോംപ്ലിമെൻറ്റ് കാണണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു നോട്ട് ഗേറ്റ് ആവശ്യമാണ്, അതായത് നോട്ട് സി അല്ലെങ്കിൽ കോംപ്ലിമെൻറ്റ് സി എന്ന് പറയുന്ന ഒരു ഗേറ്റ് ആവശ്യമാണ്. പിന്നെ ബി ഓർ സി കോംപ്ലിമെൻ്റ് ആണ് അടുത്തത്, അതായത് പാരന്തസിസിനകത്ത് പിന്നെ വരുന്ന ആരെയാണോ അവർക്കാണ് വാല്യൂ ഉള്ളത്. നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ, പ്രസിഡൻസ് ഓഫ് ഓപ്പറേറ്റേഴ്സ് എന്നുള്ള ആ ഒരു പ്രസിഡൻസിലാണ് ഇത് പെർഫോം ചെയ്യുന്നത്. ബി ഓർ സി കോംപ്ലിമെൻ്റ് ആണ്, അതിനകത്ത് നമുക്ക് ഓർ ഗേറ്റ് റിക്വയർഡ് ആണ്. പിന്നെ എ ആൻഡ് ബി ഓർ സി കോംപ്ലിമെൻറ്റ്, അതിനകത്ത് നമുക്ക് ആൻഡ് ഗേറ്റും ആവശ്യമാണ്. അപ്പോൾ നോട്ട് ഗേറ്റും ഓർ ഗേറ്റും ആൻഡ് ഗേറ്റും നമുക്കിവിടെ ആവശ്യമാണ്. പിന്നെന്താണ്, നമുക്ക് ലോജിക് ഡയഗ്രാം വരയ്ക്കുമ്പോൾ 3 ഇൻപുട്ടുകൾ വേണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എ വേണം, ബി വേണം, സി വേണം. സി ആദ്യം നോട്ട് ഗേറ്റിലൂടെ പാസ് ചെയ്താലേ സി കോംപ്ലിമെൻറ്റ് കിട്ടുള്ളൂ. ഇതൊക്കെ നമ്മൾ നമ്മുടെ മൈൻഡിൽ അനലൈസ് ചെയ്യേണ്ട കാര്യമായിട്ട്, അതായത് എങ്ങനെ നമുക്ക് സി കോംപ്ലിമെൻറ്റ് കിട്ടാം, സി എന്നുള്ളൊരു ഇൻപുട്ട് മസ്റ്റായിട്ട് വേണം, അത് നോട്ട് ഗേറ്റിലൂടെ പോയാലേ നമുക്ക് സി കോംപ്ലിമെൻറ്റ് കിട്ടും എന്നൊക്കെ നമ്മൾ മൈൻഡിൽ വേണം
തോട്ട് വരാൻ, എന്നാലേ നമുക്കിത് സക്സസ് ആയിട്ട് ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ ബിയും സിയും ഓർ ഗേറ്റിലൂടെ പാസ് ചെയ്താലേ നമുക്ക് ബിയും സി കോംപ്ലിമെൻറ്റും ഓർ ഗേറ്റിലൂടെ പാസ് ചെയ്താലേ നമുക്ക് ബി ഓർ സി കോംപ്ലിമെൻറ്റ് എന്നുള്ളത് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഒരു ഓർ ഗേറ്റും വരക്കണം. പിന്നെ എയും ബി ഓർ സി കോംപ്ലിമെൻറ്റും കൂടെ ആൻഡ് ഗേറ്റിലൂടെ പാസ് ചെയ്താലേ നമുക്ക് ഫൈനൽ ഔട്ട്പുട്ട് വൈ കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ലോജിക്ക് അത് നമ്മൾ കണക്റ്റാക്കി വെക്കണം. എന്നിട്ട് വേണം നമ്മൾ ചിത്രം വരക്കാൻ. ഇവിടെ നോക്കൂ, ഇപ്പോൾ y ഈക്വൽ ടു എ ആൻഡ് ബി ഓർ സി കോംപ്ലിമെൻറ്റ് എന്നുള്ളതിനെ എങ്ങനെയാണ് വരച്ച് വെച്ചിട്ടുള്ളത്. എ ഒരു ഇൻപുട്ട് കൊടുത്തു, ബി ആയിട്ടൊരു ഇൻപുട്ട് കൊടുത്തു, സി ആയിട്ടൊരു ഇൻപുട്ട് കൊടുത്തു. എന്നിട്ട് സീനെ നോട്ട് ഗേറ്റിലൂടെ പാസ് ചെയ്തപ്പോൾ സി കോംപ്ലിമെൻ്റായി. അപ്പോൾ പിന്നെ ബീനെയും സി കോംപ്ലിമെൻറ്റിനെയും കൂടി ഓർ ഗേറ്റിലൂടെ പാസ് ചെയ്തപ്പോൾ ബി ഓർ സി കോംപ്ലിമെൻ്റായി. പിന്നെ എനെയും ബി ഓർ സി കോംപ്ലിമെൻറ്റിനെയും കൂടി ആൻഡ് ഗേറ്റിലൂടെ പാസ് ചെയ്തു. അപ്പോൾ എ ആൻഡ് ബി ഓർ സി കോംപ്ലിമെൻ്റായി ഈസ് ഈക്വൽ ടു വൈ. അതാണ് നമ്മളുടെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇനി വേറൊരു ഇക്വേഷനും കൂടെ നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു ബൂളിയൻ എക്സ്പ്രഷൻ y ഈക്വൽ ടു എ ഓർ ബി ഓൾ കോംപ്ലിമെൻറ്റ് ഓർ എ ആൻഡ് ബി എന്നുള്ളതാണ്. ഇതിനെങ്ങനെ നമുക്ക് ഡയഗ്രമാറ്റിക് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ നോക്കാം. ആദ്യം തന്നെ ഇതിനകത്ത് വേണ്ട ഇൻപുട്ട് ആദ്യം നോക്കേണ്ടത് സിംപ്ലിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. വേണ്ട ആവശ്യമില്ല, കാരണം ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു ഇക്വേഷനാണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് ഏതൊക്കെ ലോജിക് ഗേറ്റുകളാണ് ആവശ്യമുള്ളതെന്നാണ് അടുത്ത പോയിൻ്റ്. അടുത്ത സ്റ്റെപ്പ്, നമുക്ക് ഇതിനകത്ത് ഓർ ഗേറ്റ് ആവശ്യമുണ്ട്, ആൻഡ് ഗേറ്റ് ആവശ്യമുണ്ട്, നോട്ട് ഗേറ്റും ആവശ്യമുണ്ട്, കാരണം കോംപ്ലിമെൻ്റ് ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഏതൊക്കെയാണ് ഇൻപുട്ട് വാല്യൂസ് കൊടുക്കേണ്ടത് നോക്കണം. ഇവിടെ 2 വാല്യൂഡ് ആണ്, എയും ബിയും മാത്രമേ ഉള്ളൂ. പിന്നെ എയും ബിയും ആൻഡ് ചെയ്യുന്നൊരു കേസ് ഉണ്ട്, അപ്പോൾ നമുക്കവിടെ ഒരു ആൻഡ് ഗേറ്റ് യൂസ് ചെയ്യണം. പിന്നെ എയും ബിയും ഓർ ചെയ്യുന്നൊരു കേസ് ഉണ്ട്, എ ഓർ ബി കിട്ടാൻ വേണ്ടി നമ്മൾ ഓർ കൊടുക്കണം. പിന്നെ ആ എ ഓർ ബിനെ നോട്ടിലൂടെ പാസ് ചെയ്താലേ നോട്ട് ഗേറ്റിലൂടെ പാസ് ചെയ്താലേ നമുക്ക് എ ഓർ ബി ഓൾ കോംപ്ലിമെൻറ്റ് കിട്ടുള്ളൂ. പിന്നെ എ ഓർ ബി ഓൾ കോംപ്ലിമെൻറ്റ് ഓർ എ ആൻഡ് ബി എന്നുള്ള ഫൈനലൈസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടണം. അതിന് നമുക്ക് ലാസ്റ്റ് വീണ്ടും ഒരു ഓർ ഗേറ്റ് കൊടുക്കണം. ഓക്കെ, അതാണ് ഇവിടെ നിങ്ങൾക്ക് റിസൾട്ടിൽ കാണാൻ കഴിയും എന്തൊക്കെ കൊടുത്തിട്ടുള്ളത്. ആദ്യം എന്താ ചെയ്തിട്ടുള്ളത് നോക്കാം. എ ബി എന്ന് പറഞ്ഞ 2 ഇൻപുട്ട് വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിന് പ്രയോറിറ്റി കൊടുക്കാം, കാരണം നമുക്കൊരു ഓർഡർ ക്ലിയർ ആയി വരാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് രണ്ടും പാരന്തസിസിലാണല്ലോ വന്നിട്ടുള്ളത്. ഈ എ ആൻഡ് ബിനെ സെലക്ട് ചെയ്യാം, അതായത് റൈറ്റ് സൈഡിലുള്ള എ ആൻഡ് ബി അത് സെലക്ട് ചെയ്യുമ്പോൾ എയും ബി കൂടെ ഒരു ആൻഡ് ഗേറ്റിലൂടെ പാസ് ചെയ്ത് നിങ്ങൾക്ക് കാണാം, അതായത് മേലെ. ഓക്കെ, എന്നിട്ട് നമ്മൾ റിസൾട്ടായിട്ട് എ ആൻഡ് ബി എന്ന് കൊടുത്തിട്ടുണ്ട്, അതവിടെ സെറ്റാക്കി വെച്ചു. ഇനി അതിനൊന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല, ഫൈനൽ ഓപ്പറേഷൻ മാത്രമേ ചെയ്യാനുള്ളൂ. പിന്നെ നമുക്ക് മറ്റേ കേസ് എ ഓർ ബി ഓൾ കോംപ്ലിമെൻറ്റിലേക്ക് പോകാം. ആദ്യം എ എന്നും ബി എന്നും ഓരോ കണക്ഷൻ കൊടുത്തിട്ട് എ ഓർ ബി ചെയ്തു, അതായത് ഒരു ഓർ ഗേറ്റിലൂടെ ആ വാല്യൂസ് പാസ് ചെയ്തു, അപ്പോൾ എ ഓർ ബി എന്ന് കിട്ടി. പിന്നെ അതിനെ നമ്മൾ നോട്ട് ഗേറ്റിലൂടെ പാസ് ചെയ്തു, അപ്പോൾ എ ഓർ ബി ഓൾ കോംപ്ലിമെൻറ്റ് കിട്ടി. പിന്നെ നമ്മൾ എന്താ ചെയ്യുക, എ ആൻഡ് ബിയെയും എ ഓർ ബി ഓൾ കോംപ്ലിമെൻറ്റിനെയും കൂടി ഒരു ഓർ ഗേറ്റിലൂടെ പാസ് ചെയ്തു. സോ ഫൈനൽ റിസൾട്ട് വൈ കിട്ടി. വൈ ഈക്വൽ ടു എ ഓർ ബി ഓൾ കോംപ്ലിമെൻറ്റ് ഓർ എ ആൻഡ് ബി, അങ്ങനെയാണ് കിട്ടുക കേട്ടോ. അപ്പോൾ കോൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ.